Our next topic is system calls. So we could look into the system calls in operating system. We have already mentioned what's a system call and what are the uses of system call when we were creating a system call and all. So we could once again revise that. A system call is a way for a user program to interface with the operating system. The program requests several services and the OS respond by invoking a series of system calls to satisfy the request. A system call can be written in assembly language or a high-level language like C or Pascal. System calls are predefined functions that the operating system may directly invoke if a high-level language is used. ഓവറോൾ എന്താണ് സിസ്റ്റം കോള് OSലെ സിസ്റ്റം കോൾ എന്താണെന്നൊരു ഓവറോൾ ഐഡിയ ആണ് ഇപ്പം മെൻഷൻ ചെയ്ത 4 പോയിന്റ്സിലും ഉള്ളത്. അത് നമ്മുടെ സിസ്റ്റം പ്രോഗ്രാം സിസ്റ്റം കോൾസ് എന്തിനു യൂസ് ചെയ്യും, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു യൂസർ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാൾ ഒരു ഇന്റർഫേസ് ആണ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു യൂസർ ഒരു പ്രോഗ്രാമിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് എന്തിന്റെ ആവശ്യം വരും, സിസ്റ്റം കോൾസിന്റെ ആവശ്യം വരും. ആ റിക്വസ്റ്റ് മുഴുവൻ ഫുൾ ആയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യും. സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രോഗ്രാം ആണ്. ലൈക്ക് സി ഓർ പാസ്കലിലായിരിക്കും അത് കൂടുതലായിട്ടും നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ സി ആൻഡ് പാസ്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പാസ്കലൊക്കെയാണ് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ്. സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് അത് ആ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ, ഇല്ല ആ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി നമുക്ക് ഇൻവോക്ക് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് ഡയറക്ട്ലി ഇൻവോക്ക് ചെയ്ത് നമ്മുടെ റിക്വസ്റ്റുകൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞത്. സിസ്റ്റം കോൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്താണ് സിസ്റ്റം കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റം കോൾ. വാട്ട് ഈസ് എ സിസ്റ്റം കോൾ? എ സിസ്റ്റം കോൾ ഈസ് എ മെത്തേഡ് ഫോർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു റിക്വസ്റ്റ് എ സർവീസ് ഫ്രം ദ കേർണൽ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ വിച്ച് ഇറ്റ് ഈസ് റൺ. അതായത് നമുക്ക് കേർണലിന്റെ ഒരു സർവീസ് എപ്പോഴൊക്കെ ആവശ്യം വരുന്നോ അന്നേരമെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ത്രൂ സിസ്റ്റം, ഒരിക്കലും യൂസർ പ്രോഗ്രാമിന് ഡയറക്ട്ലി കേർണലിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല. സോ എപ്പോഴൊക്കെ ആ ഒരു ആക്സസ് നമുക്ക് വേണ്ടി വരുന്നു, ഇല്ലെ ആക്സസ് എന്തിനാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ഇല്ലെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ നീഡ് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സിസ്റ്റം കോളിനെ നമ്മൾ കോൾ ചെയ്യുന്നു. സിസ്റ്റം കോൾ യൂസ് ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സർവീസ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഓൾമോസ്റ്റ് 99% സർവീസുകൾ നമുക്ക് കേർണലിന്റെ സഹായത്തോടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് സർവീസ് നമുക്ക് മുന്നോട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, ഒരു കേർണൽ സർവീസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് സിസ്റ്റം കോൾ എന്നുള്ളത്. A system call is a method of interacting with the OS via programs. അതായത് പ്രോഗ്രാം ത്രൂ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. സിസ്റ്റം കോൾ ഈസ് എ റിക്വസ്റ്റ് ഫ്രം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കാണും. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. സെയിം പോയിന്റും സെയിം മീനിങ്ങും ആണ്. The API, Application Program Interface, connect the operating system function to user code. അപ്പം ഇവരെ നമ്മൾ സിസ്റ്റം കോൾ ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസസ് ആണ്. And also it acts as a link between the operating system and a process, allowing user level programs to request operating system services. അതായത് നമ്മുടെ യൂസർ എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യേണ്ടപ്പോൾ ആ പ്രോസസ്സിന് റൺ ചെയ്യാനായിട്ട് സിസ്റ്റത്തിന് ആരുടെ സപ്പോർട്ട് ആവശ്യമായി വരാറുണ്ട്, കേർണൽസിന്റെ സപ്പോർട്ട്, ഹാർഡ്വെയർ കമ്പോണൻസ്, ഇന്നർ കമ്പോണൻസിന്റെ കോർ കമ്പോണൻസിന്റെ ആവശ്യങ്ങൾ, ഹാർഡ്വെയറിന്റെ ആവശ്യങ്ങൾ സപ്പോർട്ട് വേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് സിസ്റ്റം കോൾസ് പ്രൊഡ്യൂസ് ചെയ്ത് യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് ചെന്ന് ആ പ്രോസസ്സ് നടത്തി ശേഷം വീണ്ടും തിരിച്ച് യൂസർ മോഡിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മൾ എന്താണോ ചെയ്യാൻ കൊടുത്ത ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. The kernel system can only be accessed using system calls.
അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ദ കേർണൽ സിസ്റ്റം ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ത്രൂ സിസ്റ്റം കോൾസ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ. അല്ലെങ്കിൽ ഒത്തിരി കേർണലിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ സിസ്റ്റം കോൾ കിട്ടിയേ പറ്റൂ. സിസ്റ്റം കോൾ കൊണ്ട് മാത്രമേ നമുക്ക് യൂസറിന് കേർണലിലേക്ക് ആക്സസ് പോവുള്ളൂ. The system calls are required for any program that use resources. ഇപ്പൊ നമ്മുടെ സിസ്റ്റം OS റിസോഴ്സുകൾ നമ്മൾ എപ്പോഴൊക്കെ പ്രോഗ്രാംസ്, ഏതൊക്കെ പ്രോഗ്രാംസ് റിസോഴ്സുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നോ അവർക്കെല്ലാം ആരുടെ ആവശ്യമുണ്ട്? സിസ്റ്റം കോളിന്റെ ആവശ്യമുണ്ട്. ത്രൂ സിസ്റ്റം കോൾ മാത്രമേ നമുക്ക് കേർണലിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഹൗ സിസ്റ്റം കോൾസ് ആർ വർക്കിംഗ്. എങ്ങനെയാണ് സിസ്റ്റം കോൾസ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞു, എന്തിനാണ് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞു. ഇനി ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെ വർക്ക് ചെയ്യുന്നു? When a computer software needs to access the operating system kernel, it makes a system call. The system call uses API to expose the operating system services to user programs. It is the only method to access the kernel system, and all programs or processes that require resources for execution must use system calls as they serve as an interface between the OS and user program. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിനെ ആക്സസ് ചെയ്യേണ്ടപ്പോഴായിരിക്കും നമ്മൾ സിസ്റ്റം കോൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിസ്റ്റം കോൾസ് ഒരു API ആയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരുടെയൊക്കെ ഇടയ്ക്ക്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും യൂസർ പ്രോഗ്രാമിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. നമുക്ക് കേർണൽ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യേണ്ടപ്പോഴാണ് നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിക്വയർസ് റിസോഴ്സ് ഫോർ എക്സിക്യൂഷൻ മസ്റ്റ് യൂസ് ഓർ പ്രോഗ്രാംസ് ഓർ പ്രോസസ് ദാറ്റ് റിക്വയർസ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. അതായത് ഓൾ പ്രോഗ്രാംസ് ഓർ പ്രോസസ്, നമുക്ക് റിസോഴ്സുകൾ ആവശ്യം വരുന്ന ഏതൊക്കെ കേസുകളുണ്ട് ആ കേസുകളെല്ലാം നമുക്ക് സിസ്റ്റം കോൾസിന്റെ ആവശ്യം വരാറുണ്ട്. ഇനി നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എപ്പോഴൊക്കെയാണ് സിസ്റ്റം കോൾസിൽ, എന്തൊക്കെയാണ് സിസ്റ്റം കോൾസിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് എന്നുള്ളത്. First one, system call function may create and use kernel process to execute the asynchronous processing. ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് രണ്ട് മോഡാണുള്ളത്, ഒന്ന് യൂസർ മോഡും ഒന്ന് കേർണൽ മോഡും. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞു മോഡ് ബിറ്റ്. ആ മോഡ് ബിറ്റിന് രണ്ട് വാല്യൂസേ ഉള്ളൂ, 0, 1. If the mode bit is 0, then the system will be in kernel mode, and when the mode bit is 1, the system will be in user mode. അപ്പൊ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു, 0 ആണെങ്കിൽ കേർണൽ മോഡും 1 ആണെങ്കിൽ യൂസർ മോഡും. അപ്പം നമ്മുടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഇറ്റ് നീഡ് ടു ആക്സസ് സം റിസോഴ്സസ് ഫ്രം ദ കേർണൽ പാർട്ട്, സോ ഇറ്റ് മേക്സ് എ സിസ്റ്റം കോൾ ടു ആക്സസ് ദ കേർണൽ. അതായത് കേർണലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഒരു സിസ്റ്റം കോൾ ജനറേറ്റ് ചെയ്യും. അപ്പൊ സിസ്റ്റം കോൾ ജനറേറ്റ് ചെയ്യുന്നതിനൊപ്പം അത് മോഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. കാര്യം ഇപ്പൊ കറന്റ് ഇരിക്കുന്നത് മോഡ് ബിറ്റ് 1 ആണ്, യൂസർ മോഡാണ്. അതിന് എന്താക്കണം? 0 ആക്കണം. എന്നാൽ മാത്രമേ അതിന് കേർണൽ മോഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ കറന്റ് നിൽക്കുന്ന ആ ഒരു പ്രോസസ് അവിടെ ഹോൾഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മോഡ് ബിറ്റ് ചേഞ്ച് ചെയ്തത് കേർണൽ മോഡിൽ എൻ്റർ ചെയ്യും. അപ്പൊ ഇതേ സമയം നമ്മുടെ പ്രോസസ് അവിടെ വെയിറ്റിംഗ് ആണ്, കേർണൽ മോഡ് റണ്ണിങ് ആണ്. കേർണല് ആ റിക്വസ്റ്റ്, യൂസറിന്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം മോഡ് ബിറ്റ് ചേഞ്ച് ചെയ്ത് വീണ്ടും യൂസർ മോഡിലേക്ക് ചെല്ലും. അപ്പൊ നമുക്ക് നോക്കാം, ഈ പ്രോസസ്സുകൾ, അതായത് യൂസർ മോഡിലെയും കേർണൽ മോഡിലെയും പ്രോസസ് ഒരിക്കലും ഒരേ സമയത്തല്ല നടക്കുന്നത്. ഒരാളെ നിന്നതിന് ശേഷം മാത്രമേ മറ്റേ ആൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ അസിൻക്രണസ് പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് a system call function may create and use kernel process to execute the asynchronous processing. അവിടെ എന്താ ചെയ്യുന്നത്? മോഡ്സ് ചേഞ്ച് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ റൺ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. The second point, a system call has greater authority than a standard support. അതായത് സിമ്പിൾ കോൾസിനേക്കാളും, അതായത് നമുക്ക് ഒത്തിരി നമ്മൾ ഒത്തിരി ഫംഗ്ഷൻ കോൾസ് നമ്മുടെ പ്രോഗ്രാംസിലും സിസ്റ്റത്തിലെയും പ്രോസസ്സിലും ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സിസ്റ്റം കോളിന്റെയാണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോൾ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത് കേർണൽ മോഡാണ്. അതായത് ആ കേർണൽ മോഡ് എപ്പോൾ മാത്രമേ കേർണലിന്റെ പ്രൊട്ടക്ഷൻ ഡൊമൈനുള്ളിൽ മാത്രമേ അത് റൺ ചെയ്യുകയുള്ളൂ.
നമുക്ക് യൂസറിനൊന്ന് ആക്സസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു പ്രൊട്ടക്ഷൻ കേർണലിൽ പ്രൊട്ടക്ഷൻ ഡൊമൈനിൽ കയറിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് പുറത്തുള്ള ലൈബ്രറീസിന് ആക്സസ്, അതായത് അങ്ങോട്ട് ഇപ്പുറത്തോട്ടൊരു കമ്മ്യൂണിക്കേഷനേ ഉണ്ടായിരിക്കില്ല. കേർണലിന്റെ ഒരു ഡൊമൈൻ പ്രൊട്ടക്ഷൻ ഡൊമൈനിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനുള്ളിൽ ആൾക്കാരെ മാത്രമേ അതിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ള ഷെയർ ലൈബ്രറീസിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. System calls are not permitted to use shared libraries or any symbols that are not present in the kernel protection domain. The fourth point is the code and data for the system calls are stored in global kernel memory. നമ്മുടെ global kernel മെമ്മറിയിലായിരിക്കും എന്ത് സ്റ്റോർ ചെയ്യുന്നത്? സിസ്റ്റം കോൾസിന് വേണ്ടുന്ന ഡേറ്റയും കോഡ്സും എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. The next one is, next question will be, why do you need system calls in operating system? എന്തിനാണ് OS-ല് സിസ്റ്റം കോൾസ്? ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. സോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ്. നോക്കിയ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കാര്യം നമുക്കിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ സപ്പോർട്ട് ആവശ്യമാണ്. സോ അതിന് മോഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷനിൽ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യും, അതായത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും. നമ്മളെ കാണുന്ന ആ ഒരു യൂസർ, അതായത് നമ്മൾ കാണുന്ന കാര്യം മാത്രമല്ല, അതിന്റെ ഉള്ളില് അവിടെ ഡേറ്റ ഇരിക്കുന്നിടത്ത് പോകണം, ഡേറ്റ ആക്സസ് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ഒരു ഡേറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ചുമ്മാ പോവോ? ഇല്ല. അത് എവിടാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഡേറ്റ ആക്സസ് ചെയ്യണം. ദെൻ അത് നെറ്റ്വർക്കിലേക്ക് കൊടുക്കണം, എങ്ങോട്ടാണ് പോകുന്നത് നോക്കണം, ബൾക്കായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതെല്ലാ കാര്യങ്ങളും അതിന്റെ നെറ്റ്വർക്ക് സൈഡാണ് നോക്കുന്നത്. അപ്പൊ അവിടെ ആരുടെ ആവശ്യം വരുന്നുണ്ട്? നമുക്ക് ഈ കേർണലിന്റെ ആവശ്യം വരുന്നുണ്ട്. സോ അവിടെ നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യും. ദെൻ obviously, like creating and deleting a file, if you want to read or write a file, you also need system calls. അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഫയൽ റൈറ്റ് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. അതായത് നമ്മൾ മെമ്മറി ചെല്ലുന്നു, ഫയൽ ആക്സസ് ചെയ്യുന്നു, അത് വായിക്കുന്നു, ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നടക്കണമെങ്കിൽ നമുക്ക് സിസ്റ്റം കോൾസിന്റെ ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഡിവൈസുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് പ്രിന്റർ, സ്കാനർ, ഇതിനെല്ലാം നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ന്യൂ പ്രോസസ്, പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിനെ മാനേജ് ചെയ്യാനും എല്ലാം നമ്മൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് വൈ ഡു യു നീഡ് സിസ്റ്റം കോൾസ് ഇൻ OS എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. Then the next is how system calls work. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. എങ്ങനെയാണ് ഒരു സിസ്റ്റം കോൾ, അതായത് ഒരു സിസ്റ്റം കോൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ റൺസ് ഇൻ ആൻ ഏരിയ ഓഫ് മെമ്മറി നോൺസ് യൂസർ സ്പേസ്. അതായത് നമ്മളാണ് ആദ്യം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യൂസർ സ്പേസിൽ നിന്നും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. എ സിസ്റ്റം കോൾ കണക്ട് ടു ദ OS സിസ്റ്റം കേർണൽ വിച്ച് എക്സിക്യൂട്ട്സ് ഇൻ കേർണൽ സ്പേസ്. ഇനി ഇത് ആരോടായിരിക്കും കണക്ട് ചെയ്യുന്നത്? കേർണൽ സ്പേസിലുള്ള ഒരു പ്രോഗ്രാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണലിലായിരിക്കും ഈ സിസ്റ്റം കോൾ കണക്ട് ചെയ്യാൻ പോണത്. യൂസർ പ്രോഗ്രാമിനെയും കേർണലിനെയും യൂസർ പ്രോഗ്രാമിനെ കേർണലിലേക്ക് കണക്ട് ചെയ്യുന്ന ആളായിരിക്കും ഈ സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. വെൻ ആൻ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഒരു സിസ്റ്റം കോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് എന്ത് ചെയ്യണം? അത് കേർണലിന്റെ പെർമിഷൻ തേടണം. അതിനൊരു കേർണലിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേർണലിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. സോ ഇറ്റ് അച്ചീവ്സ് ദിസ് യൂസിങ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. അതിനായിട്ട് ആ ഒരു സിസ്റ്റം കോളിൽ കേർണൽ മോഡിലേക്ക് ആക്സസ് പോകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇന്ററപ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇന്ററപ്റ്റ്, അതായത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം നിർത്തി വെച്ചാലേ നമ്മളുടെ റിക്വസ്റ്റ് അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ സിസ്റ്റം കോളിനെ ജനറേറ്റ് ചെയ്തത്. സിസ്റ്റം കോൾ എന്ത് ചെയ്യും? കറന്റ്ലി ഉള്ള ആ ഒരു പ്രോസസ്സ് ഇന്ററപ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ റിക്വസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കാന്ന് വെച്ചാൽ വിച്ച് പോസസ് ദ കറന്റ് പ്രോസസ്, നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അതെന്ത് ചെയ്യും? പോസ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു കേർണൽ. ഇപ്പൊ കറന്റ് ഒരു യൂസർ പ്രോഗ്രാം ആണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്, അതിനെ ഇന്ററപ്റ്റ് ചെയ്തപ്പോൾ ആ പ്രോസസ് അവിടെ നിന്നു. എന്നിട്ട് ആ യൂസർ മോഡിൽ നിന്നും അത് കേർണൽ മോഡിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു. ഇഫ് ദ റിക്വസ്റ്റ് ഈസ് പെർമിറ്റഡ്, എന്നിട്ട് നമ്മളിപ്പോ കേർണലിന്റെ അടുത്തേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് കേർണലിന്റെ അനുവാദം തേടാനായിട്ട് നിൽക്കുവാണ്. ഇഫ് ദ റിക്വസ്റ്റ് ഈസ് പെർമിറ്റഡ്, റിക്വസ്റ്റ് പെർമിറ്റ് ചെയ്താൽ
കേർണൽ എന്ത് ചെയ്യും? അത് അതിന്റെ വർക്ക് തുടങ്ങും. അതായത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണോ, ഞാനിപ്പോ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ ഞാനിപ്പം റൺ ചെയ്തുകൊണ്ടിരുന്ന യൂസർ പ്രോഗ്രാം അവിടെ നിർത്തിവെച്ച് കേർണലിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. കേർണല് അത് വേണ്ടത് നോക്കുമ്പം അത് അത്യാവശ്യമുള്ളതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയപ്പം അത് അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, വന്ന റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തേക്കാം. സോ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ചെയ്തതിന് ശേഷം ഇപ്പൊ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആസ് എ ഇൻപുട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോസസ് കഴിഞ്ഞു. ഇനി കേർണൽ എന്ത് ചെയ്യും? കേർണൽ ഈ റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് യൂസറിന് ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ആസ് ഇൻപുട്ട് ദ ആപ്ലിക്കേഷൻ റിസീവ്സ് കേർണൽസ്. അപ്പൊ കേർണലിന്റെ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് യൂസറിനുള്ള ഇൻപുട്ട് ആണ്. കാരണം യൂസറിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. യൂസർ കറന്റ് പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി കേർണലിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമേ യൂസറിന് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഇൻപുട്ട് കേർണലിൽ നിന്നും ഔട്ട്പുട്ട് ആയിട്ട് യൂസറിന് കിട്ടുന്നു. ആൻഡ് ദ ആപ്ലിക്കേഷൻ റെസിപ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ യൂസർ പ്രോഗ്രാം ചെയ്യുന്ന പഴയ പ്രോസസ്സ് റൺ ചെയ്ത് അതിന്റെ ബാക്കി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നു. Okay. When the operation is finished, the kernel returns the result to the application and then moves the data from the kernel space to user space. അതായത് ആപ്ലിക്കേഷൻ ഓപ്പറേഷൻ തീർന്നു കഴിയുമ്പോൾ കേർണൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ആർക്ക് റൺ ചെയ്ത് കൊടുക്കും? ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? യൂസറിന് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്യും. A simple system call may take few nanoseconds to provide the result, like retrieving the system date and time. അതായത് സിമ്പിൾ സിസ്റ്റം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ സിസ്റ്റത്തിന്റെ ഡേറ്റ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ സിസ്റ്റം കോൾസുകൾ, സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം കോൾസ് ഒക്കെ റൺ ചെയ്യാനായിട്ട് നിമിഷ നേരം പോലും വേണ്ട. നമ്മൾ കണ്ണട ഓർക്കുമ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിരിക്കും. അതായത് നാനോ സെക്കൻഡ്സ് ആവശ്യമേ വരാറുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് എടുക്കുള്ളൂ. കാര്യം നമുക്കറിയാം വലിയൊരു ഫയൽ ട്രാൻസ്ഫറും കാര്യങ്ങളും ആണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ പോകുന്ന കാണും. നമുക്കൊരു ചെറിയ ഡയലോഗ് ബോക്സ് പോലെ വന്നിട്ട് അത് കംപ്ലീഷൻ പ്രോസസ്സ് കാണിക്കുന്നതാണ്. എത്ര പെർസെന്റ്, അത് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ, then most operating system launches a distinct kernel thread for each system call to avoid bottlenecks. bottleneck എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരേ അറ്റ് എ ടൈം ഒത്തിരി പ്രോസസ്സുകളാണ് നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ bottleneck എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോട്ടിലിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അതിന്റെ നെക്ക് പോർഷൻ ആണ്. ബൾക്ക് ആയിട്ടുള്ള ഡേറ്റാസ് വരുമ്പം അവിടെ ഒരു കൺജഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ത്രെഡ്സ്, കേർണൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ പ്രോസസ്സുകളെല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ മൾട്ടി ത്രെഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ത്രെഡ്സുകൾ യൂസ് ചെയ്യുന്നത്. ത്രെഡ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു സ്മോൾ പ്രോസസ് എന്ന് മാത്രം ഓർത്താൽ മതി. which means they can handle various system calls at the same time. So multi-threaded ആകുമ്പോൾ at a time ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റൺ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. പ്രോസസ് കൺട്രോൾ, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മെയിൻ്റനൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത്യാവശ്യം നമ്മൾ ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്തതാണ്. സോ ഒന്നുകൂടെ അതൊന്ന് റിവൈസ് ചെയ്യാം. ഫയൽ മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡിവൈസ് മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രോസസ് മാനേജ്മെന്റ്, പ്രോസസ് കൺട്രോൾ എന്താണെന്ന് അറിയാം, ഇൻഫർമേഷൻ മെയിൻ്റനൻസ്, ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിക്കേഷന്റെ കേസ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തതാണ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്. ഇത്ര മാത്രമല്ല, ഇനിയും ഉണ്ട് സിസ്റ്റം കോൾസ്. നല്ലൊരു ബേസിക് ആയിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ കേട്ടോ. പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ദ സിസ്റ്റം കോൾസ് ദാറ്റ് ഈസ് യൂസ് ടു ഡയറക്ട് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പ്രോസസ്സുകൾക്ക് എക്സാമ്പിൾ ആണ് ക്രിയേറ്റ് ചെയ്യുക, ലോഡ്, അബോർട്ട്, എൻഡ്, എക്സിക്യൂട്ട്, പ്രോസസ്, ടെർമിനേറ്റ് ദ പ്രോസസ്. ഇതെല്ലാം പ്രോസസ് കൺട്രോളുകൾക്ക് എക്സാമ്പിൾ ആണ്. ഫയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പണിംഗ് എ ഫയൽ, ക്ലോസിംഗ് എ ഫയൽ, റീഡിംഗ് എ ഫയൽ, റൈറ്റിംഗ് എ ഫയൽ, ഡിലീറ്റിംഗ് എ ഫയൽ. ഇതെല്ലാം ഫയൽ മാനേജ്മെന്റിനകത്ത് വരുന്നതാണ്. ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിവൈസ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് റീഡ് ഡിവൈസ്, റൈറ്റ്, ഗെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ട്സ്, റിലീസ് ഡിവൈസ്. നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, ഡ്രൈവ് കണക്ട് ചെയ്യുന്നതും ഒക്കെ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇൻഫർമേഷൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം കോള് യൂസ് ചെയ്യുമ്പോഴേക്കും, സിസ്റ്റം കോള് കൊടുക്കുമ്പോഴേക്കും അവിടെ നിന്നും നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഓരോ മോഡലെ കേസുകൾ പോലെ ഇരിക്കും. പ്രൊട്ടക്ഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇൻഫർമേഷൻ മെയിൻ്റനൻസ് നടക്കുന്നത്. ഫോർ ബേസിക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്
സിസ്റ്റത്തിന്റെ ഡേറ്റ, സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് സിസ്റ്റം ടൈം ഓർ ഡേറ്റ്, ഗെറ്റ് ടൈം ഓർ ഡേറ്റ്, സെറ്റ് സിസ്റ്റം ഡേറ്റ, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം കോൾസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദർ ആർ സം എക്സാമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് ക്രിയേറ്റ്, ഡിലീറ്റ്, കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ, സെൻഡ്, റിസീവ് മെസ്സേജ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നെറ്റ്വർക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണോ ചെയ്യുന്നത് അന്നേരം ഉള്ള സിസ്റ്റം കോൾസ്, അന്നേരം മേക്ക് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ഒക്കെ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ആയിരിക്കും. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ എല്ലാ ഫങ്ഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, മീൻസ് എല്ലാ സിസ്റ്റം കോൾസ് ഒന്നും നമുക്ക് വേണ്ട. കോമൺലി ഞാൻ കൊടുത്തപ്പോൾ എല്ലാം അത്യാവശ്യം കൊടുത്തതേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഫോർക്ക്, എക്സിറ്റ്, വെയിറ്റ്, ഓപ്പൺ, റീഡ്, റൈറ്റ്, ക്ലോസ്, സ്ലീപ്പ്, CH മോഡ്, ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് സിസ്റ്റം കോൾസ് പഠിച്ചു വയ്ക്കുക. നമുക്ക് വിൻഡോസിൽ നമ്മൾ യൂണിക്സിലാണ് ചെയ്യുന്നത് കൂടുതൽ. സോ അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ ആണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ് അലോക്കേറ്റ്സ് റിസോഴ്സസ് ടു ദ ഫയൽ ആൻഡ് പ്രൊവൈഡ്സ് എ ഹാൻഡിൽ ദാറ്റ് പ്രോസസ്സിനെ റെഫർ ടു. അതായത് എന്താ ചെയ്യുന്നത്, ആ ഫയലിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴൊക്കെ ആ ഫയൽ ഓപ്പൺ ചെയ്യണോ അന്നേരമൊക്കെ നമുക്ക് ഈ കോൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സിംഗിൾ പ്രോസസ്, നമുക്ക് വേണം അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ഫയൽസ് ആക്സസ് ചെയ്യാം, അല്ലെ ഒറ്റ ഫയലായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതെല്ലാം നമ്മളുടെ ഫയൽ സിസ്റ്റം ആൻഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിരിക്കും. അതാണ് ഓപ്പൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഡ് എന്തായിരിക്കും, നമുക്ക് ഫയൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ, സോറി, 3 ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഫയൽ ഡിസ്ക്രിപ്റ്റർ, a buffer to store and read data, the number of bytes to read from the file. അതായത് നമുക്ക് ആ ഫയൽ എന്താണെന്ന് പറയുന്നതും then ആ ഫയൽ സ്റ്റോർ ചെയ്യാൻ, അതായത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആ ഫയലിനെ എടുത്തൊന്ന് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബഫർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു പോർഷൻ ഓഫ് ഏരിയ ടു സ്റ്റോർ ഡേറ്റ, അത്ര ഓർത്താൽ മതി. അങ്ങനെ ഒരു ബഫർ കാണും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു റീഡ് ഫ്രം ദ ഫയൽ, എത്രമാത്രമാണ് അതിന്റെ സൈസ് എന്നുള്ളത്. ഇത്രയും ഒരു ആർഗ്യുമെന്റ്സ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് റീഡ് കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഒരു പ്രോസസ്സ് സസ്പെൻഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വെയിറ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് in some systems a process may have to wait for another process to complete in execution before proceeding. അതായത് ഇപ്പൊ ഒരു പ്രോസസ്സ് റൺ ചെയ്യുവാണ്, ആ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരുന്നപ്പം വേറെ ഒരു പ്രോസസ്സും കൂടെ നമുക്ക് അതിന് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന് വേറെ പ്രോസസ്സിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ ആ വേറെ പ്രോസസ്സിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ കോൾ ചെയ്യണം. അത് റൺ ചെയ്ത് തീരുന്നവരെ എന്ത് ചെയ്യണം, കറന്റ് എക്സിക്യൂട്ട് ചെയ്ത പ്രോസസ്സ് വെയിറ്റ് ചെയ്യണം. അതായത് P1ന് P2 ആവശ്യമുണ്ട്. അപ്പൊ P1 റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്നേരമാണ് P2ന്റെ ആവശ്യം വന്നത്. അപ്പൊ എങ്ങോട്ട് പോകും, P2ലേക്ക് കോള് പോകും. P2ലേക്ക് കോള് പോകുമ്പോൾ P1 അവിടെ എന്താക്കി നിൽക്കുവാണ്, വെയിറ്റ് ചെയ്യാണ്, സസ്പെൻഡ് ചെയ്ത് വെച്ചു. കാര്യം P2 തീർന്നിട്ട് P2വിൽ നിന്നുള്ള റിസൾട്ട് വന്ന ശേഷം മാത്രം P1ന് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെയിറ്റ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്നത് റീഡ് പോലെ തന്നെയാണ് റൈറ്റിലെ കേസും വരുന്നത്. അവിടെയും 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒരു ഫയൽ ഡിസ്ക്രിപ്റ്റർ ഉണ്ട്, എന്തിനാണ് ആ ഫയൽ, പിന്നെ ഡേറ്റ സേവ് ചെയ്യാൻ നമ്മളൊരു പോയിന്റർ സെറ്റ് ചെയ്യും. അതായത് നമുക്ക് അവിടെയും നമ്മൾ എഴുതുന്ന ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു ടെമ്പററി സ്റ്റോറേജ് കൊടുക്കുന്നതാണ് ബഫർ എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു റൈറ്റ് റിട്ടേൺ ഫ്രം ദ ബഫർ, എത്രയാണ് അതിന്റെ സൈസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോർക്ക്. ഫോർക്ക് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ടാക്കണം. ഇപ്പൊ ഒരു P1 എന്ന് പറയുന്ന പ്രോസസ് 1ന് അതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോളാണ് ഫോർക്ക് എന്ന് പറയുന്നത്. ദംസെൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കോളാണ് ഫോർക്ക് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു പ്രോസസ്സ് അതിന്റെ തന്നെ ഒരു ക്ലോൺ ഇല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി അത് പ്രൊഡ്യൂസ് ചെയ്താൽ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ് പേരന്റ് പ്രോസസ്സും പുതിയതായിട്ടുണ്ടായി വന്നയാള് ചൈൽഡ് പ്രോസസ്സും ആയിരിക്കും. രണ്ടുപേരും സെയിം തന്നെയാണ്, പക്ഷെ
അതായത് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സ് ക്രിയേറ്റ് ആയാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ആകുന്ന ആൾ ചൈൽഡ് എന്തിൽ നിന്നാണോ ക്രിയേറ്റ് ചെയ്ത് വന്നത് അത് പേരന്റ് വരും. അതെല്ലാം ഈ ഫോർക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫോർക്ക് എന്ന് പറയാൻ നമുക്ക് പുതുതായിട്ടൊരു സെയിം കോപ്പി, മേക്കിംഗ് കോപ്പി ഓഫ് എ പ്രോസസ്, അതാണ് ഫോർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമുക്ക് ഫയല് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ EXEC എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ. അതായത് നമ്മളിപ്പം when an executable file replaces an earlier executable file in already executing process, this function is invoked. അതായത് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരാളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ EXEC ആണ് യൂസ് ചെയ്യുന്നത്. എക്സിറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അത്രയുമുള്ള സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ എന്തിനാണ് സിസ്റ്റം കോള്, എങ്ങനെയാണ് സിസ്റ്റം കോൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇത്രയാണ് നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കാം. താങ്ക് യു.